ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഷഡ് ഗോസ്വാമിമാർ. അതിൽ പ്രധാനപ്പെട്ട ഒരു ഗോസ്വാമിയാണ് ഗോപാലഭട്ട ഗോസ്വാമി. ഗോപാലഭട്ട ഗോസ്വാമിയെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. പ്രത്യേകിച്ചും നമ്മളുടെ ഈ സൗത്ത് ഇന്ത്യയിൽ നിന്ന്, തെക്കേ ഇന്ത്യയിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള ഒരു ഗോസ്വാമി എന്നുള്ളത് കൊണ്ട് നമ്മൾക്ക് കൂടി അഭിമാനിക്കാൻ സാധിക്കും അത് എന്നാണ്. അതായത് ചൈതന്യ മഹാപ്രഭു 2 വർഷത്തോളം ഈ തെക്കേ ഇന്ത്യയിൽ സഞ്ചരിച്ചിരുന്നു. അപ്പോൾ അവിടുത്തെ ദിവ്യമായ പാദസ്പർശം കൊണ്ട് ഈ ഭാരതഭൂമിയെ മുഴുവൻ അവിടുന്ന് പരിശുദ്ധമാക്കി തീർത്തു എന്നാണ്. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ചാതുർമാസ്യകാലം വന്നത്. ആ ചാതുർമാസ്യത്തിൻ്റെ ആ സന്ദർഭത്തിൽ 4 മാസക്കാലം ശ്രീ രംഗനാഥൻ്റെ സന്നിധിയിൽ ശ്രീരംഗത്താണ് അവിടുന്ന് താമസിച്ചിരുന്നത്. സാധാരണ മഹാപ്രഭു എവിടെയും താമസിക്കാറില്ല, എവിടെയും നിൽക്കാറില്ല. എന്തോ നമ്മളുടെയൊക്കെ ഒരു ഭാഗ്യം കൊണ്ട് 4 മാസക്കാലം അവിടുന്ന് ആ ശ്രീരംഗത്ത് വെങ്കടഭട്ട് എന്ന പേരുള്ള ഒരു ബ്രാഹ്മണൻ്റെ ഗൃഹത്തിലാണ് താമസിച്ചത്. അദ്ദേഹം ശ്രീരംഗത്ത് രംഗനാഥൻ്റെ പ്രധാന പൂജാരി പുരോഹിതനൊക്കെ ആയിരുന്നു അദ്ദേഹം എന്നാണ്. ഈ വെങ്കടഭട്ടും ചൈതന്യ മഹാപ്രഭുവുമായിട്ട് വളരെയധികം അടുപ്പത്തിലായിരുന്നു. എപ്പോഴും അവർ വളരെ പരസ്പരം തമാശ കറന്ന് സംസാരിക്കാറുണ്ട്. രാവിലെ ഒരു ദിവസങ്ങളോളം സംസാരിച്ചു കൊണ്ടിരിക്കാറുണ്ട്. മുഴുവൻ ആത്മീയമായ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, മഹാപ്രഭു പറയാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഭഗവാൻ, നിങ്ങളുടെ ഈ മഹാവിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ എന്തുകൊണ്ടാണ് ഈ ലക്ഷ്മീദേവി എന്തുകൊണ്ട് സ്വീകരിക്കണില്ല എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഗോപികമാരോട് ഭഗവാൻ എത്രയും പ്രത്യേകത ഉണ്ട്, ലക്ഷ്മീദേവിയോട് എന്തുകൊണ്ടാണ് പ്രത്യേകത ഇല്ലാത്തതെന്ന് ചോദിക്കാറുണ്ട്. ആ സമയത്ത് മറുപടി പറയാറുണ്ട്, മഹാപ്രഭു മറുപടി പറയാറുണ്ട്. അതായത് ശ്രീകൃഷ്ണ ഭഗവാന് ഗോപികമാർക്ക് ശ്രീകൃഷ്ണ ഭഗവാനോട് മാത്രമേ ആകർഷണമുള്ളൂ എന്ന് പറയാറുണ്ട്. അതിനൊരു ഉദാഹരണമായിട്ടൊരു കഥയും സംഭവം പറയാറുണ്ട്. ഗോപികമാർ ഭഗവാനെ കാണാതെ അന്വേഷിച്ച് നടക്കുകയാണ്. ആ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു, ആ 4 കൈയുള്ള നാരായണൻ്റെ രൂപം ധരിച്ചുകൊണ്ട്, മഹാവിഷ്ണുവിൻ്റെ രൂപം ധരിച്ചുകൊണ്ട് ഒരു നികുഞ്ചത്തിൻ്റെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ വന്ന സമയത്ത് ഗോപിമാർ നമസ്കരിച്ചുകൊണ്ട് ചോദിക്കുന്നു, അല്ലയോ വൈകുണ്ഠമൂർത്തിയായിട്ടുള്ള നാരായണ ഭഗവാനെ, അവിടത്തേക്ക് നമസ്കാരമുണ്ട്, ഞങ്ങളുടെ കൃഷ്ണനെ അവിടുന്ന് എവിടെയെങ്കിലും കണ്ടു എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഗോപികമാരുടെ മനസ്സിനെ ആകർഷിക്കാൻ ശ്രീകൃഷ്ണ ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ, വേറെ ആർക്കും സാധിക്കില്ല എന്നതാണ്. ലക്ഷ്മീദേവി എന്തുകൊണ്ട് ഭഗവാന്റെ അടുത്ത് രാസലീലയ്ക്ക് മോഹിച്ചു, എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലക്ഷ്മീദേവിക്ക് അങ്ങനെ വരണമെങ്കിൽ മഹാവിഷ്ണു ഭഗവാനായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണം, എന്നാലേ വരാൻ സാധിക്കുള്ളൂ എന്നാണ്. മഹാവിഷ്ണു ഭഗവാനായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ ലക്ഷ്മീദേവിക്ക് സാധിക്കില്ല. കാരണം ലക്ഷ്മീദേവി പതിവ്രതയാണ്. അതുകൊണ്ടാണ് രാസലീലയെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് അവിടെ ബേൽവനത്തിലിരിക്കുക, അത് തപസ് ചെയ്യുക എന്നല്ലാതെ രാസലീലയിൽ പങ്കെടുക്കാൻ ലക്ഷ്മീദേവിക്ക് സാധിക്കാതിരിക്കാൻ കാരണം അതാണ് എന്നാണ്. ഈ ചർച്ചകളെല്ലാം കേട്ടുകൊണ്ട് ഈ വെങ്കടഭട്ടൻ്റെ 5 പുത്രന്മാരിൽ ഒരു പുത്രൻ
അവസാനത്തെ പുത്രൻ ഇപ്പോഴും ഇരിക്കാറുണ്ട് എന്നാണ്. മഹാപ്രഭുവിൻ്റെ പാദത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമസ്കരിക്കാറുണ്ട് ഈ ഉണ്ണി എന്നാണ്. ആ ഉണ്ണിയെ കണ്ട സമയത്ത് വളരെയധികം പ്രത്യേകത തോന്നി മഹാപ്രഭുവിന്. എന്നിട്ട് പറഞ്ഞു, ഇവനെ എനിക്ക് വേണമെന്ന് മഹാപ്രഭു പറയാണ്. കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ പറഞ്ഞു വെച്ചോളൂ, പുരിയിലേക്ക് പറഞ്ഞു വെച്ചോളൂ എന്ന് പറയാണ്. അങ്ങനെ ഈ വെങ്കടഭട്ടിൻ്റെ 5ാമത്തെ പുത്രനായിരിക്കുന്ന ഗോപാൽ എന്നാണ് പേര് എന്നാണ്. ഗോപാൽ ഭട്ട് എന്നാണ് പേര്. മഹാപ്രഭു ഈ സൗത്ത് ഇന്ത്യൻ പര്യടനം മുഴുവൻ കഴിഞ്ഞ് അവിടെ എത്തി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ സമയത്ത് ഈ ഉണ്ണി ഗോപാൽ ഭട്ട് മഹാപ്രഭുവിൻ്റെ അടുത്ത് എത്തിച്ചേരാണ് എന്നാണ്. മഹാപ്രഭു നിർദ്ദേശിച്ചു, അങ്ങ് വൃന്ദാവനത്തിലേക്ക് പോകണം. ഭഗവാന്റെ ലീലാസ്ഥലങ്ങൾ മുഴുവൻ മറ്റുള്ള രണ്ടുപേരോട് പറഞ്ഞതുപോലെ തന്നെ, രൂപഗോസ്വാമിയോടും സനാതന ഗോസ്വാമിയോടും പറഞ്ഞതുപോലെ തന്നെ ഭഗവാൻ പറയുന്നു, വൃന്ദാവനത്തിലേക്ക് പോകണം. അവിടെ വിശേഷപ്പെട്ട ക്ഷേത്രങ്ങൾ സ്ഥാപിക്കണം, ആ ക്ഷേത്രങ്ങളിൽ പൂജ ആരംഭിക്കണം എന്ന് പറയാണ്. അങ്ങനെ ആ ഗോപാലഭട്ടിന് ദീക്ഷ കൊടുത്തു മഹാപ്രഭു, സന്യാസിയാക്കിയിട്ട് മാറ്റി. അങ്ങനെയാണ് ഗോപാലഭട്ട ഗോസ്വാമിയായിട്ട് മാറിയത് എന്നാണ്. സാധാരണ വൃന്ദാവനത്തിൽ വ്രജത്തിൽ ഒരു സന്യാസം സ്വീകരിച്ച ഒരാൾ വന്നു കഴിഞ്ഞാൽ വ്രജത്തിൽ നിന്ന് പുറത്തേക്ക് പോകാറില്ല. എന്നാൽ ഗോപാലഭട്ട ഗോസ്വാമി ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് യാത്ര പോകാറുണ്ട് എന്നാണ്. അങ്ങനെ പല വിശേഷപ്പെട്ട സ്ഥലങ്ങളിലും യാത്ര ചെയ്യാറുണ്ട്. അങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് അവിടുന്ന് നേപ്പാളിൽ കൂടെ പല സ്ഥലത്ത് സഞ്ചരിച്ച സമയത്ത് നേപ്പാളിൽ യാത്ര തിരിച്ചു. അങ്ങനെ ഗണ്ഡകി നദി തീരത്ത് അദ്ദേഹം നിൽക്കുന്ന സമയത്ത് അദ്ദേഹം സ്നാനത്തിനായിട്ട് ഗണ്ഡകി നദിയിൽ ഇറങ്ങിയതാണ്. ഇറങ്ങുന്ന സമയത്ത് ഭഗവാൻ നേരെ ഒരു രൂപം, കൂർമ്മമൂർത്തിയായിട്ടുള്ള ഭഗവാൻ ഒരു രൂപം സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഭഗവാൻ നേരെ വെള്ളത്തിനുള്ളിൽ കൂടെ ചെന്നു. എന്നിട്ട് ഈ ഭട്ട ഗോസ്വാമി കുളിക്കുന്നതിൻ്റെ മുങ്ങുന്നതിനിടയ്ക്ക് ജലപാത്രത്തിലേക്ക് കടന്നുകൂടി എന്നാണ് പറയുന്നത്. എത്രയോ തവണ അത് സാളഗ്രാമശിലയായിട്ട് മാറിയത്. സാളഗ്രാമശില കുറേ തവണ അത് വെള്ളത്തിലേക്ക് തന്നെ ഉപേക്ഷിക്കാൻ നിശ്ചയിച്ചു. പക്ഷേ വീണ്ടും അതിലേക്ക് തന്നെ കയറിക്കൂടുകയാണ്. ഭഗവാൻ എന്താണ് ആഗ്രഹം? വൃന്ദാവനത്തിലേക്ക് പോകണമെന്നാണ് ആഗ്രഹം ഭഗവാന്. സാളഗ്രാമശിലകൾക്ക് വൃന്ദാവനത്തിലേക്ക് പോകണം എന്തെന്നില്ലാത്ത ആഗ്രഹം എന്നാണ്. അതുകൊണ്ടാണ് അവിടുന്ന് ആ തീർത്ഥയാത്ര കഴിഞ്ഞ് വന്ന സമയത്ത് അനേകം സാളഗ്രാമങ്ങളുമായിട്ട് വൃന്ദാവനത്തിലേക്ക് വന്നു. വൃന്ദാവനത്തിൽ വന്ന് ആ സാളഗ്രാമങ്ങളെ പൂജിക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെ സാളഗ്രാമങ്ങളെ പൂജിച്ച് ദിവ്യമായിട്ടുള്ളൊരു ഭാവത്തിൽ ആ ഗോപാലഭട്ട ഗോസ്വാമി എത്തിച്ചേർന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ മനസ്സുകൊണ്ട് ധ്യാനിച്ച് ആരതി ചെയ്യുക, പൂജകൾ ചെയ്യുക, ഇങ്ങനെ ദിവ്യമായിട്ടുള്ള ഒരവസ്ഥയിൽ ഗോപാലഭട്ട ഗോസ്വാമി എത്തിച്ചേർന്നു എന്നാണ്. അങ്ങനെ ഒരു ചതുർദശി ദിവസം, നരസിംഹ ചതുർദശി ദിവസം പലർക്ക് വലിയ വലിയ ധാരാളം കോടീശ്വരന്മാരായിട്ടുള്ള ഭക്തന്മാർ വന്ന് പല പല ക്ഷേത്രങ്ങളുണ്ട് അവിടെ. രാധാ ഗോവിന്ദ ക്ഷേത്രമുണ്ട്, രാധാ മദൻ മോഹൻ ക്ഷേത്രം, രാധാ ദാമോദര ക്ഷേത്രം, രാധാ ഗോപീനാഥ ക്ഷേത്രം, രാധാ ഗോകുലാനന്ദജി ഒക്കെ രാധാറാണിയോട് കൂടിയിട്ടുള്ള ഭഗവാനാണ്. ആ ക്ഷേത്രങ്ങളിലെല്ലാം വന്ന് വിശേഷപ്പെട്ട വസ്ത്രങ്ങളും ആഭരണങ്ങളും സമർപ്പിക്കുക പതിവുണ്ട്. അപ്പോൾ ഗോപാലഭട്ട ഗോസ്വാമി ആലോചിക്കുകയാണ്, താനിപ്പോൾ സാളഗ്രാമ പൂജിക്കുന്നത്, അപ്പോൾ തനിക്ക് എന്തെങ്കിലും ഭഗവാന് വിശേഷപ്പെട്ട ആഭരണങ്ങൾ അണിയിക്കണം, പൂജിക്കണം എന്നൊക്കെ വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ സാളഗ്രാമത്തിൽ താൻ എന്ത് ചെയ്യും എന്നാണ്. അപ്പോൾ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് അവിടെ ആ കോടീശ്വരന്മാരായിട്ടുള്ള ആ ഭക്തന്മാർ വന്നിട്ട് ഈ ഗോപാലഭട്ട ഗോസ്വാമിയുടെ കയ്യിൽ അനേകം വസ്ത്രങ്ങളും വിശേഷപ്പെട്ട ആഭരണങ്ങളും കൊടുക്കുകയാണ്. രത്നങ്ങൾ വച്ചിട്ടുള്ള ആഭരണങ്ങൾ, പല പല ആഭരണങ്ങളും കൊടുക്കുകയാണ്. ഇത് മുഴുവൻ കയ്യിലെടുത്തുകൊണ്ട് ഗോപാലഭട്ട ഗോസ്വാമി ദിവസങ്ങളോളം ഇരുന്ന് കരഞ്ഞു. എൻ്റെ ഭഗവാനെ, ഭഗവാൻ ഒരു രൂപം ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം വന്ന് ഭഗവാൻ അണിയിച്ചിട്ട് എനിക്ക് കാണാമായിരുന്നല്ലോ എന്നുള്ള ഒരു രൂപമില്ലല്ലോ എൻ്റെ ഭഗവാന് എന്ന് കരഞ്ഞ് 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 പ്രാർത്ഥിക്കുകയാണ്.
എന്താ ഭക്താനം ദീനമേവസ്ഥൽ ഹരി തോഷണകാരൻ എന്നാണ് പറയുന്നത്. എപ്പോഴാണോ ഭക്തന് ദീനമായ ഭാവം വരുന്നത് ആ സമയത്ത് ഭഗവാൻ സന്തോഷിക്കും ഭക്തനോടെന്നാണ് പറയുന്നത്. യശോദാദേവി കയറുകൾ ഏച്ചുകൂട്ടി ഭഗവാനെ കെട്ടാനായിട്ട്, അങ്ങനെ കയറുകൾ ഏച്ചുകൂട്ടി യശോദ ക്ഷീണിച്ചു സുമാത് സിന്നഗാത്രായ വിശ്വസ്ത കപരസ്രജ. യശോദാദേവി ശരീരം മുഴുവൻ വേർത്തു, തലമുടി വൻ കെട്ടഴിഞ്ഞു, പുഷ്പങ്ങളെല്ലാം കൊഴിഞ്ഞു വീണു, തളർന്നു വീഴുന്ന അവസ്ഥ വന്നു യശോദാദേവി എന്നാണ്. ആ സമയത്ത് ഭഗവാൻ കൃപയാസീൽ സുബന്ധനെ, ഭഗവാൻ കരുണ വർദ്ധിച്ചു. ആ ആദ്യം കെട്ടിയിട്ടുള്ള ചരട് കൊണ്ട് തന്നെ ഭഗവാനെ കെട്ടിയിടാൻ സാധിക്കുന്നു. ഇതേപോലെ ഗോപാലഭട്ട ഗോസ്വാമിയുടെ യഥാമം പ്രബദ്ധന്യതാം സദൈവ ഭജാമ്യഹം എന്നാണ്. സാക്ഷാൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ദിവ്യമായ അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ട് അവിടത്തേക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ പൂർണ്ണമായിട്ടും പ്രസാദിച്ചു, രാധാറാണിയും പ്രസാദിച്ചു എന്നാണ്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് ഒരു സാളഗ്രാമത്തിന് മാറ്റം വന്നിരിക്കുന്നു. അത് ആ സാളഗ്രാമം ഭഗവാന്റെ കൃഷ്ണൻ്റെ വേണുഗാനം ചെയ്യുന്ന കൃഷ്ണൻ്റെ രൂപമായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ്. ഇപ്പോഴും അതെ, ആ അതാണ് രാധാരമണ വിഗ്രഹമായ രാധാറാണി അതിലേക്ക് ലയിച്ചു ചേർന്നു ഈ വിഗ്രഹത്തിലേക്ക്. അപ്പോൾ രാധാരമണ വിഗ്രഹം നമ്മളുടെ ഗുരുവായൂരപ്പനെ പോലെ പ്രധാനപ്പെട്ടതാണ്. ഗുരുവായൂരപ്പൻ വൃന്ദാവനത്തിലെ ഗുരുവായൂരപ്പനായിട്ടാണ് രാധാരമണ വിഗ്രഹത്തിനെ പറയണത്. അതാണ് ഇവിടെ പറയണത്. രാധാരമണ മുകുന്ദമുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം എന്ന് പറയാൻ കാരണം ഈ വൃന്ദാവനത്തിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആരതി ഗുരുവായൂരപ്പന് നമ്മൾ ചെയ്യാറുള്ളത് എന്നാണ് ആചാര്യന്മാർ ഗുരുനാഥന്മാരൊക്കെ പറയാറുള്ളത് എന്നാണ്. അപ്പോൾ ഈ രാധാരമണനും ഗുരുവായൂരപ്പനും തമ്മിൽ യാതൊരു വ്യത്യാസവും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചതുർബാഹുവായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിലും രാധാരമണനായിട്ടാണ്. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, അധ്യായങ്ങൾ കഴിഞ്ഞാൽ, ഭാഗവതത്തിൻ്റെ അധ്യായം കഴിഞ്ഞാൽ, അതേപോലെ നാരായണത്തിൻ്റെ കഴിഞ്ഞാൽ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്നാണ് പറയാനുള്ളത്. ഗോവിന്ദ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണകാരണം. സർവകാരണകാരണം എന്നാണ് ഭഗവാനെ പറയുന്നത് ഗോവിന്ദനെ. അപ്പോൾ ആ ഗോവിന്ദൻ രാധാരമണനായിട്ട് മാറി മനോഹരമായ വേഷം ധരിച്ചുകൊണ്ട് രാധാറാണി ഭഗവാൻ ഒന്നിച്ചു ചേർന്ന വിഗ്രഹമായിട്ട്, പിന്നിൽ സാളിഗ്രാമായിട്ടാണ് കാണുക, മുന്നിലാണെങ്കിലോ ഭഗവാന്റെ രൂപമായിട്ട്. അങ്ങനെ എത്രയോ തവണ ഈ രാധാരമണ വിഗ്രഹത്തിനെ കാണാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അത്ഭുതമാണ് അവിടുത്തെ പൂജാ സംവിധാനങ്ങൾ എന്നാണ്. പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേൽക്കും ഭഗവാൻ, വളരെ നേരത്തെ എഴുന്നേൽക്കും. സാധാരണ വൃന്ദാവനത്തിൽ ബാങ്കവിഹാരിയൊക്കെ 8 മണിക്കേ എഴുന്നേൽക്കാറുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. രാധാരമണൻ വളരെ നേരത്തെ, ഗുരുവായൂരപ്പനെ പോലെയാണ്, നേരത്തെ എഴുന്നേൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴൊന്നും പോയാൽ ഭഗവാനെ കാണാൻ സാധിക്കില്ല. പല നട അടയ്ക്കുന്ന സമയത്തിന് വ്യത്യാസമുണ്ട്. ചിലപ്പോൾ പോയാൽ മണിക്കൂറുകളോളം കാത്തു നിൽക്കണം. ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ ചെരുപ്പ് അഴിച്ച് വെക്കും, സോക്സ് മിക്കവാറും ആളുകൾ അഴിച്ച് വെക്കാറില്ല. അവിടെ സോക്സ് പോലും അകത്തേക്ക് കെട്ടില്ല, എല്ലാം പുറത്ത് ഊരി വെക്കണം, എന്നാലേ കയറാൻ സാധിക്കുള്ളൂ അകത്ത്. പിന്നെ അവിടെ പ്രത്യേകിച്ചും മീരാ ഭജൻസ്, അഷ്ടപതിക്ക് വളരെ പ്രാധാന്യമാണ് അവിടെ. രാധാരമണന് അഷ്ടപതി നിരന്തരം കേട്ടുകൊണ്ടിരിക്കണം എന്നാണ്. മീരാ ഭജൻസ് ഗംഭീരമായ ഭജൻസാണ് അവിടെ. അതിമനോഹരമാണ് അവിടുത്തെ അലങ്കാരങ്ങൾ എന്നാണ്. സാധാരണ ആ പൂജ ഇതിന് നിവേദ്യത്തിൻ്റെ സമയത്ത് ഭഗവാന്റെ നിവേദ്യം സാധാരണ ശ്രീകോവിലേക്ക് കൊണ്ടുവന്ന് നേദിക്കുക പതിവ്. രാധാരമണ നേരെ ആ കിച്ചണിലേക്ക്, അടുക്കളയിലേക്ക് ചെല്ലും. എന്തിന്? അവിടെ പോയിട്ടാണ് നിവേദ്യം, ഇവിടെയല്ല നിവേദ്യം, അവിടെ പോയിട്ടാണ് നിവേദ്യം കഴിക്കുക ഭഗവാൻ. അങ്ങനെ ഒരുപാട് പ്രത്യേകത രാധാരമണനുണ്ട് എന്നാണ്. അത്യത്ഭുതമാണ്. ആ ഗോപാലഭട്ട ഗോസ്വാമിയുടെ ആ സമാധി നമ്മൾക്ക് രാധാരമണ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് അവിടെ കടന്നു കഴിഞ്ഞാൽ നേരെ ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ, കയറിക്കഴിഞ്ഞ് രാധാരമണ ക്ഷേത്രത്തിൽ ഇടത്തോട്ട് തിരിഞ്ഞ് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ആ സമാധിയിൽ എത്താൻ സാധിക്കും. ആ സമാധിയിൽ നമ്മൾക്ക് നമസ്കരിക്കുന്ന സമയത്ത് ഗോപാലഭട്ട ഗോസ്വാമി ജപിച്ചിട്ടുള്ള മാല, പൂജിച്ച മറ്റ് സാളിഗ്രാമങ്ങൾ, ഒരു സാളിഗ്രാമം മാത്രമേ രാധാരമണനായിട്ടുള്ളൂ, മറ്റേ സാളിഗ്രാമങ്ങളെല്ലാം ഇന്നും പൂജിച്ചു കൊണ്ടിരിക്കുന്നു. ഭക്തിരത്നാകർ എന്നുള്ള ഗ്രന്ഥം, സത്ക്രിയ ദീപിക എന്നുള്ള 2 ഗ്രന്ഥങ്ങൾ ഗോപാലഭട്ട ഗോസ്വാമി എഴുതിയതാണ് ഭഗവാന്റെ. പിന്നെ ഹരിഭക്തി വിലാസം എന്നുള്ള ആ ഗ്രന്ഥം എഴുതാനായിട്ട് സനാതന ഗോസ്വാമി നിർദ്ദേശം കൊടുത്തു.
അപ്പോൾ പ്രത്യേക പോയിൻ്റൊക്കെ സനാതന ഗോസ്വാമി പറഞ്ഞു കൊടുത്തതാണ്. എന്നിട്ടാണ് ഈ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. ഇന്നും ആ ഗോപാലഭട്ട ഗോസ്വാമി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള അവിടത്തേക്ക് പ്രകടമായിട്ടുള്ള ആ രാധാരമണ വിഗ്രഹം വൃന്ദാവനത്തിൻ്റെ യശസ്സ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്നും ശോഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിമനോഹരമാണ് വിഗ്രഹം. പിന്നെ ഉത്സവം അതിഗംഭീരമാണ്. ഉത്സവം ഭഗവാന്റെ ആ ഇതുണ്ട് നൗകായാത്ര രാധാരമണിന്. അതായത് ആ ഭഗവാന്റെ ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ തന്നെ വെള്ളം നിറച്ച് അവിടെ ഭഗവാനെ ഉള്ള ഒരു നൗകായാത്ര, നൗകാലീലുണ്ട് ഭഗവാന്റെ. എന്താണെന്ന് ചോദിച്ചാൽ നല്ല വേനൽക്കാലത്ത് ഭഗവാന് വല്ലാതെ ചൂടെടുക്കും. ആ ചൂടില്ലാതാവാൻ വേണ്ടിയിട്ട് ഭഗവാനെ ആ വെള്ളം നിറച്ചിട്ട്, അതായത് യമുനയിലെ ജലം നിറയ്ക്കുന്നതാണ് പറയണത്. എന്നിട്ട് അതിനെ അലങ്കരിച്ച് തോണിയിൽ ഭഗവാനെ ആ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കൂടെ തന്നെ, വൃന്ദാവനത്തിൽ ഇസ്കോൺ ക്ഷേത്രത്തിലും അതായത് കൃഷ്ണബലരാമ ക്ഷേത്രത്തിലും കാണാൻ സാധിക്കുന്നത്. ഒരിക്കൽ അത് പങ്കെടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതിമനോഹരം 3-3.5 അടി ഉയരത്തിൽ വെള്ളം നിറയ്ക്കുകയാണ്, യമുനയിലെ ജലം. എന്നിട്ട് ആ വെള്ളം ഭംഗിയായിട്ട് അലങ്കരിക്കും. അവിടെ എങ്ങനെ ഭഗവാന്റെ പുഷ്പങ്ങളെ കൊണ്ട് മൂടും എന്നാണ് പറയുന്നത്. എന്നിട്ട് രാധാകൃഷ്ണന്മാരെ ആ തോണിയിലിരുത്തിയിട്ട് ആലവട്ടം, വെഞ്ചാമരം, പൂജകൾ അതൊക്കെ ആയിട്ട് ആ വെള്ളത്തിൽ കൂടെ സഞ്ചരിക്കും. അതൊക്കെ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. രാധാരമണൻ്റെ ആ ക്ഷേത്രത്തിൽ ഇതേപോലെ നവകാവിഹാർ വളരെ പ്രധാനമാണ് എന്നാണ്. അവിടുത്തെ പൂജകൾ, അലങ്കാരങ്ങൾ വളരെ വളരെ മനോഹരമാണ്. സൗത്ത് ഇന്ത്യയുടെ രീതിയിൽ ആണ് അവിടെ പൂജകൾ നടക്കുന്നത് എന്നാണ്. വളരെ ശുദ്ധമായിട്ട്, പരിശുദ്ധമായിട്ടുള്ളൊരവസ്ഥയിലാണ് പൂജ. എല്ലാ സ്ഥലത്തും പരിശുദ്ധമാണ്, ഇവിടെ കുറേയും കൂടി പരിശുദ്ധമായിട്ടുള്ള രീതിയിലാണ്, അനുഷ്ഠാനങ്ങളോട് കൂടിയിട്ടുള്ള ഒരു പൂജയാണ് അവിടെ നടക്കുന്നത് എന്നതാണ്. ഗോപാലഭട്ട ഗോസ്വാമിയുടെ ദിവ്യമായിട്ടുള്ള ചരിത്രം നമ്മൾക്കെല്ലാം പ്രചോദനമായി മാറണം. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് മഹാപ്രഭുവിൻ്റെ മടിയിലിരിക്കാനും മഹാപ്രഭുവിന് നമസ്കരിക്കാനും മഹാപ്രഭുവിൻ്റെ ആലിംഗനത്തിനും ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു മഹാത്മാവാണ് ഗോപാലഭട്ട ഗോസ്വാമി. അതുകൊണ്ട് നമ്മളെങ്ങനെയാണ് നമ്മൾക്ക് അനുഗ്രഹം ഉണ്ടാവുന്നത്? ഗുരുവരനുഗ്രഹേണ ഇവ. ഇവിടെ ആരാണ്? ഭഗവാൻ തന്നെ ഗുരുവായിട്ട് മാറി. രാധാകൃഷ്ണന്മാരുടെ യുഗളരൂപമായിട്ടുള്ള ചൈതന്യ മഹാപ്രഭു തന്നെ ഇവിടെ നമോ മഹാവദാന്യായ കൃഷ്ണ പ്രേമപ്രദായനെ കൃഷ്ണായ കൃഷ്ണ ചൈതന്യനാമനെ ഗൗരത്വിഷയ നമ. ആ ഭഗവാൻ തന്നെ അവിടെ ഗുരുവായിട്ട് മാറി. രാധാകൃഷ്ണന്മാർ തന്നെ ഗുരുനാഥനായിട്ട് മാറുക. അത്ഭുതമാണ് ഗോപാലഭട്ട ഗോസ്വാമിയുടെ ചരിത്രം. നമ്മൾക്ക് പ്രചോദനമാവേണ്ടതാണ്. ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കട്ടെ. രാധാരമണനും ഗുരുവായൂരപ്പനും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഏത് നാമം കൊണ്ട് ഭഗവാൻ സന്തോഷിക്കുക? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രം കൊണ്ട് രാധാരമണൻ, ഗുരുവായൂരപ്പൻ, പിന്നെ വൃന്ദാവനത്തിലെ രാധാരമണൻ സന്തോഷിക്കട്ടെ. അപ്പോൾ നമ്മളുടെ ഹൃദയത്തിലും ആ സന്തോഷത്തിൻ്റെ അലയടികൾ ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.